എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ചുവപ്പ്, പച്ച, ഓറഞ്ച്, നീല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊടികൾ ഉണ്ടെങ്കിൽ ഇത്തരം നിറങ്ങളെയോ ഇത്തരം കൊടികളെയോ ഇത്തരം പാർട്ടികളെയോ പ്രതികൂലിച്ചോ അനുകൂലിച്ചോ സംസാരിക്കാനല്ല. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ജന്തർ മന്ദിറിൽ നടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. സംസാരിക്കാനുള്ള കുറെ കാര്യങ്ങളൊന്നുമില്ല. ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരുപാട് റീച്ച് ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, പറയാനുള്ളൊരു മാർഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ, ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ നീറ്റ് എക്സാം നടന്ന് അത് കഴിഞ്ഞപ്പോൾ മുതൽക്ക്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞ സമയം മുതൽക്ക് പത്രങ്ങളിലായാലും മറ്റു മാധ്യമങ്ങളിലായാലും ഒക്കെ ഓരോ കുട്ടികളുടെയും ഇനി നടത്തരുത്, അതിന് വേറെ വല്ല പോംവഴികൾ കാണണം, ലീക്കായതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അത്തരം ഭരണാധികാരികളെ തെരുവിളിക്കുന്ന കാര്യങ്ങൾ, അത്തരം ഓരോരോ കാരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പല കുട്ടികൾ ആത്മഹത്യകൾ ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ആ ഒരു താഴോട്ടുള്ള പോക്കുണ്ടല്ലോ, അത് പാടൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് ചെയ്യേണ്ട കാര്യമാണോ? നമ്മുടെ പണ്ട് APJ അബ്ദുൽ കലാം, ഇപ്പൊ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് APJ അബ്ദുൽ കലാം ഒരു കുട്ടി ചോദിച്ച ചോദ്യത്തിന് എന്തോ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്നോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ അതിന് അദ്ദേഹം മറുപടി പറയുന്നത് നമ്മുടെ നാട്ടിലെ യൂത്ത് ആണ് നാടിന്റെ അസറ്റ് എന്ന് പറയുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോ ഇന്നും അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ? അതോ അതിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തത് യൂത്ത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ എക്കണോമിക്കലി ആയാലും ഏത് രീതിയിലായാലും വളർത്താൻ സഹായിക്കുന്നത് ഈ യൂത്ത് തന്നെയല്ലേ. നമ്മളിപ്പോഴും മറ്റു രാജ്യങ്ങളിലേക്ക്, ചൈന, ജപ്പാൻ, UK എന്നൊക്കെ പറഞ്ഞ് പലരും പഠിക്കാനായിട്ടും പിന്നെ അവിടെ സെറ്റിൽ ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇന്ത്യയിൽ തന്നെ നിന്നൂടെ എന്നുള്ള കാര്യങ്ങൾ പലരും പറയാറുണ്ട്. പക്ഷെ ഇത്തരം അവസ്ഥയാണ് ഇവിടെയെങ്കിൽ ആരെങ്കിലും അവിടെ നിൽക്കുവോ? സത്യസന്ധമായി പറയാലോ, ഞാൻ ഇന്ത്യനാണ് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഏതെങ്കിലും കാലത്ത് അതൊരു അപമാനമായിട്ട് എനിക്ക് മാറും എന്നുള്ള ഭയം എനിക്കിപ്പോ നല്ല രീതിയിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആളുകളെയും അല്ല ഞാനിത് ടാർഗറ്റ് ചെയ്യണത്. ഏത് രാഷ്ട്രീയ പാർട്ടി, ഇതിപ്പോ ഭരണത്തിൽ ഇരിക്കുന്നത് ഇപ്പോ BJP ആണ്. പക്ഷെ അതിപ്പോ ഈ മറ്റേത് പാർട്ടി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ആരാണെങ്കിലും പറയേണ്ടത് നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. വിദ്യാർത്ഥികളിലൊപ്പം ആ ഒറ്റ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം എത്ര പേരാണ് ഇവിടെ, അത് ഈ നീറ്റിന്റെ പ്രശ്നം മാത്രമാണോ? CBSE പ്രശ്നങ്ങൾ, CBSE എക്സാം നടത്തിയിട്ടുണ്ടായ അപാകതകൾ, അതിന്റെ മാർക്കിംഗ് സിസ്റ്റത്തിൽ വന്ന പ്രശ്നങ്ങൾ. അപ്പോ ഇതിനൊക്കെ ചെയ്തവരെ ഇപ്പോ കുറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതില് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്നുള്ള കാര്യം ഒഴിച്ച് ബാക്കി രണ്ട് കാര്യങ്ങൾ, മരിച്ച വിദ്യാർത്ഥികൾക്ക് ധനസഹായം, അത്തരം കാര്യങ്ങൾ ഉറപ്പു നൽകുന്നൊക്കെയാണ് ഞാനിപ്പോ കണ്ടത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാവിയിലെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അസറ്റ് എന്ന് പറഞ്ഞ യൂത്തിനെ തന്നെയല്ലേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. മർദ്ദിക്കുക എന്നാണോ, ഇതിനെ ക്രൂരമായി മർദ്ദിക്കുക. ഓരോന്നും അവിടെ ചോര ഒലിപ്പിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ വല്ല അതിർത്തിയില് പട്ടാളക്കാരുണ്ടാവില്ലേ, അതുപോലെ. എന്താണ് സ്വന്തം രാജ്യത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം ഒരു അവകാശം ലംഘനം നടക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പോരാട്ടങ്ങൾ, ഇതൊന്നും പണ്ട് എന്നോ നടന്ന കാര്യങ്ങളല്ലല്ലോ. ഈ 2026 നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. എന്നാണ് ഇതൊക്കെ മാറുക? മാറുവോ? എനിക്കറിയില്ല. സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, ഇത് മാറുവോ? എന്നെങ്കിലും മാറുവോ? മാറിയാൽ നല്ലത്, അത്രേനെ പറയാനുള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ള, ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഏത് പ്രശ്നത്തെയും പോലെ തന്നെ ഈ പ്രശ്നത്തെ വളരെയധികം ഗൗരവപരമായിട്ട് തന്നെ കാണണം. അങ്ങനെ കാണുന്നുണ്ട് എല്ലാവരും വിദ്യാർത്ഥികളൊപ്പം എത്രയോ പേരാണ് അവിടെ ജന്തർ മന്ദിറിൽ തടിച്ചുകൂടിയ ജനങ്ങളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. എല്ലാവരുടെയും കാര്യം പറയുന്നില്ല. അതിന്റെ ഇടയിൽ കുറെ പേര് റീച്ചിന് വേണ്ടിയിട്ടും അതിനു വേണ്ടി ഇതിനു വേണ്ടിയിട്ടൊക്കെ പലതും കാണിക്കുന്നുണ്ട്. അതെന്തോ, അത് അതിന്റെ ഭാഗത്ത് കൂടെ നടക്കട്ടെ. അത് ഏതൊരു കാര്യം ഉണ്ടായാലും ഒരു സൈഡിൽ അത് നടക്കുന്നുണ്ടാവും. പക്ഷെ സത്യത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് നീതി ലഭിച്ചോ എന്നത് മാത്രമാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നും വിദ്യാർത്ഥികൾക്കൊപ്പം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലത് വരട്ടെ. അപ്പൊ ഓക്കെ, ബൈ.